അല്ല, അത് വളരെ വ്യക്തമായിട്ടുള്ള വാദം നടത്തിയത് ഫറൂഖ് കോളേജിന് വഖഫായിട്ട്, അതായത് വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുത്തു. അത് വിദ്യാഭ്യാസ ആവശ്യത്തിനാണ് അവർ ഉപയോഗിച്ചത്. വിറ്റ് അതിന്റെ തീറ് കിട്ടിയ ആധാരത്തിന് കിട്ടിയ പൈസ, അതുകൊണ്ട് അത് വഖഫായിട്ട് ഉപയോഗിച്ചു എന്നാണ് അവരുടെ വാദം. ഭൂമി ഉടമസ്ഥന്മാർ പറയുന്നത് ഇതിൽ വഖഫ് വയലേഷൻ ഒന്നുമില്ല. വഖഫിന് വേണ്ടി കൊടുത്ത ഭൂമി, അതായത് വിദ്യാഭ്യാസമാണ് വഖഫായിട്ട് കൊടുത്തു വെച്ചത്, അല്ലാണ്ട് റിലിജിയൻ അല്ല. അപ്പോൾ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി കൊടുത്ത ഭൂമി വിദ്യാഭ്യാസ സ്ഥാപനം, അതായത് കിട്ടിയ ഫറൂഖ് കോളേജ് അത് വിറ്റ് കോളേജ് പണിയുക, അവരുടെ കോളേജിന് വേണ്ടി ആ പണം എല്ലാം ഉപയോഗിച്ചു. അതുകൊണ്ട് ഇത് വഖഫിന്റെ പർപ്പസ് അച്ചീവ് ചെയ്തു എന്നാണ് അവരുടെ വാദം. അല്ല, ഇത് ആധാരത്തിനകത്ത് സിദ്ദിഖ് സേട്ട് കൊടുത്തേക്കണത് വിദ്യാഭ്യാസ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവുന്നതാണ്. ആ ഫറൂഖ് കോളേജ് വിദ്യാഭ്യാസത്തിന് അല്ലാതെ ഈ പണം ഉപയോഗിച്ചായിട്ട് ആർക്കും ഒരു ആരോപണം ഇല്ല. അപ്പൊ ഫറൂഖ് കോളേജ് വിറ്റ് പൈസ മേടിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസം അവർ നടത്തിയിട്ടുള്ളൂ. ഈ പണം കൊടുത്ത് തന്നെയാണ് വാങ്ങിച്ചത്. അപ്പൊ ഈ പണം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫറൂഖ് കോളേജ് അവിടെ ചെലവഴിച്ചു. അങ്ങനെ വരുമ്പോൾ ഫറൂഖ് കോളേജ് ആണല്ലോ വഖഫായിട്ട് വിട്ടുകൊടുക്കേണ്ടി വരുന്നത്. അല്ല, ഫറൂഖ് കോളേജ് മുത്തവല്ലിയാണ്. വഖഫ് പ്രോപ്പർട്ടി അവർ കൈകാര്യം ചെയ്തു. അവരത് കൈവശം വയ്ക്കാതെ വിൽക്കുകയാണ് ചെയ്തത്. കയ്യേറ്റങ്ങൾ വന്നു. അപ്പൊ അതുകൊണ്ട് അവർ വിറ്റു. അവർ കേസ് ജയിച്ചു സബ് കോടതിയിൽ. അവരത് കഴിഞ്ഞ് വിറ്റു. അവർ വിദ്യാഭ്യാസ ആവശ്യത്തിന് പണം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കൊടുത്തയാളുടെ ഉദ്ദേശം നിറവേറ്റി, അത് നടപ്പാക്കി എന്നാണ് ഇവിടെ ഭൂമി ഉടമസ്ഥന്മാർ വാദിക്കുന്നത്. അവര് വില കൊടുത്ത് മേടിച്ചു, അവരെ സംരക്ഷിക്കുന്നതാണ് അവരുടെ വാദം. അപ്പൊ എല്ലാവരും കേട്ടേച്ച് ഞാൻ എന്റെ അഭിപ്രായം ഗവൺമെന്റിന് പറയും.